ഹലോ ഹായ് എവ്രിവൺ. ഞാനിപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. സജനയ്ക്ക് ഈ സ്ഥലം അറിയായിരിക്കുമല്ലേ? സജന അറിയില്ല എന്ന് പറയരുത്, സജനയ്ക്ക് പ്രത്യേകം അറിയാം ഈ സ്ഥലം. കാരണം സജന ഇവിടെ വന്നിട്ടുണ്ട്, സജനയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാനസികാരോഗ്യം വെല്ലുവിളികളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് അമ്മമാര് നിൽക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ജലീലിക്കയും സുജിയാണ്. അപ്പോഴേ ബാക്കി കാര്യങ്ങൾ അവർ പറയും. നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കാരണം എന്തോ ഇനി ഈ അമ്മമാരുടെ പ്രാർത്ഥനയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി കാര്യങ്ങളെല്ലാം ഇക്ക പറയും. നമസ്കാരം, എന്റെ പേര് ജലീൽ എന്നാണ്. ഞാൻ ഈ വെഞ്ഞാറമൂട് സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ നടത്തുന്ന ആളാണ്. അപ്പോ ഇന്ന് പുലർച്ചയോടുകൂടി ഞാൻ ഈ സജിന എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ദിയാസനയുടെ വാട്സപ്പിലേക്ക് നോക്കിയപ്പോൾ ഓൺലൈനിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടനെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിയാസന ഈ 2-ാം മാസം 2 പ്രാവശ്യം എന്താ അവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ട് ഏകദേശം ഒരു ദിവസം ഫുള്ള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അന്ന് എറണാകുളത്തോ മറ്റോ പോകാനുണ്ട്, വരുന്ന വണ്ടി എന്തോ ഡിലേ ആണെന്നോ ഒക്കെ പറഞ്ഞിട്ട് അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. 9-ാം തീയതി 2-ാം മാസം 9-ാം തീയതി വന്നിട്ടുള്ളത് സൽമാൻ മേഘ ഇവരുടെ വിവാഹ വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അത് ആർട്ടിസ്റ്റുകളാണ്. അതെ. പിന്നെ 2-ാം മാസം 15-ാം തീയതി ദിയാസന. ഒന്നുകൂടെ പറയിക്കാതെ. 2-ാം മാസം 15-ാം തീയതി ദിയാസന. അന്ന് തലേദിവസം വാലന്റൈൻസ് ഡേ ആയിരുന്നു. അപ്പം വരാൻ പറ്റിയില്ലേക്ക, അമ്മമാരെ കാണണമെന്നും പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ എറണാകുളത്ത് എവിടെ പോകണമെന്നും പറഞ്ഞിട്ടൊക്കെയാണ് നിന്ന് ഞാൻ ഉറക്കം പറഞ്ഞെന്നും പറഞ്ഞിട്ട് കയറി പോകാൻ പോയി. പിന്നെ വൈഫൊക്കെയാണ് കൂടെ ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇതില് 1:20 മണിയോടുകൂടി പോയി എന്നാണ് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ കൂടാതെ പല സാഹചര്യത്തിലും ആർട്ടിസ്റ്റുകളെയും കൊണ്ട് വരലുണ്ട്. പിന്നെ ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 11 മണി 10 മണി ഈ സമയത്തൊക്കെയാണ് തിരിച്ചു പോകുന്നത്. അത് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഒരു ഫംഗ്ഷന് വരുന്നെങ്കിലും സുഹൃത്തുക്കളെ കൂടെ വരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 8-9 മണിക്കൂർ ഇവിടെ വരെ സ്പെൻഡ് ചെയ്തിട്ടേ പോകാറുള്ളൂ. അമ്മമാരുമായിട്ട് ഡാൻസ്, പാട്ട്, അവരെ എന്റർടൈൻ ചെയ്യുക, ഇങ്ങനത്തെ കുറെ ആക്ടിവിറ്റികളുമായിട്ട് പുള്ളിക്കാരി എൻഗേജ്ഡ് ആണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പുള്ളിക്കാരിയെ കോണ്ടാക്ട് ചെയ്തു. ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇനോഗ്രേഷന് വേണ്ടി പുള്ളിക്കാരി ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചു. പുള്ളിക്കാരി ബിസിയാ, ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഞാൻ കൂടിക്കോളാന്ന് പറയാം. എപ്പോഴേ അതങ്ങ് ക്ലോസ് ചെയ്തു നമ്മള്. പിന്നെ ഞങ്ങൾ അന്ന് വന്നത് ആ സമയത്ത് സജന വന്നതിന്റെ ഒരിതുണ്ടല്ലോ. 1-ാം തീയതി അല്ല, സജന